എബ്രായ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. എബ്രായ ലേഖനം പുസ്തകത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ നമ്പറത്തെ സൺഡേയിൽ നമ്മളിവിടെ അത് പഠിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. ഒന്ന്, ഇത് ബുക്ക് ഓഫ് ഇവാലുവേഷൻ, കമ്പയർ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ ഉള്ള അവസ്ഥയും ദൈവത്തിന്റെ സന്നിധിയിലുള്ളതായ കാര്യങ്ങളുമായി കമ്പയർ ചെയ്യുവാനുള്ള ഒരു പുസ്തകമാണ്. ബുക്ക് ഓഫ് ഇവാലുവേഷൻ ആണ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം, ഈ പുസ്തകത്തിലെ പ്രധാന ഒരു പദമാണ് ബെറ്റർ, ഏറ്റവും നല്ലത്. മറ്റേതിനേക്കാൾ ഇത് ബെറ്റർ ആണ്, നല്ലതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ചുരുക്കം. അതാണ് നമ്മൾ ചിന്തിച്ചത്. ബെറ്റർ, പെർഫെക്റ്റ്, ഇറ്റേണൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുവാൻ തക്കം ഇടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ്, മോശയേക്കാൾ ശ്രേഷ്ഠനാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഓരോ അധ്യായങ്ങൾ, 1-2 അധ്യായങ്ങൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു, 2-3 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെല്ലാം മോശയേക്കാൾ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ക്രിസ്തു. അല്പം മോളിയാണ് കുറച്ച്. പിന്നീട് നാം താഴോട്ട് വായിച്ചു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠൻ, നിയമത്തെക്കാൾ യേശുക്രിസ്തുവാണ് ശ്രേഷ്ഠൻ, ആലയത്തെക്കാൾ യേശുക്രിസ്തുവാണ്, യാഗപീഠത്തെക്കാൾ ശ്രേഷ്ഠൻ അവനാണ്, യാഗത്തെക്കാൾ ശ്രേഷ്ഠൻ അവനാണ്. ഏറ്റവും നല്ല ജീവിതം യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ബുക്ക് ഓഫ് ഇവാലുവേഷൻ ഒന്ന് കമ്പയർ ചെയ്യുവാൻ, പഠിക്കുവാൻ, അതിന്റെ വില മതിക്കുവാനായി ഉള്ളതാണ് എബ്രായ ലേഖനം എന്നാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇനി രണ്ടാമതായി ഈ പുസ്തകത്തെ കുറിച്ച് നാം ഓർത്തിരിക്കേണ്ടത്, ഇത് ധൈര്യപ്പെടുത്തുന്ന, പ്രബോധനം നൽകുന്ന പുസ്തകമാണ് ഈ എബ്രായ ലേഖനം. പ്രത്യേകിച്ച് അതിന്റെ തന്നെ ഒരു വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എബ്രായർ 13:22 എന്ന് വായിക്കാം. എബ്രായർ 13:22, ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ എന്ന് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. എബ്രായ ലേഖനം ഇത് ബുക്ക് ഓഫ് ഇവാലുവേഷൻ ആണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഇത് പ്രബോധനത്തിനുള്ള പുസ്തകമാണ്. ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ ആണ്. 13:22. ഇത് അവസാനിപ്പിക്കുമ്പോൾ 13-ാം അധ്യായമാണല്ലോ ഒടുവിലത്തെ അധ്യായം. ആ ഒടുവിലത്തെ അധ്യായത്തിൽ ലേഖനകാരൻ പറയുകയാണ്, ഈ പ്രബോധന വാക്യം, ദ വേർഡ് ഓഫ് എക്സോർട്ടേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു. എന്നാൽ പല ട്രാൻസ്ലേഷനുകളിലും എക്സോർട്ടേഷൻ എന്നുള്ളതിന് എൻകറേജ്മെന്റ്, ധൈര്യപ്പെടുത്തൽ എന്നുള്ള പദമാണ് കാണുവാനായി സാധിക്കുന്നത്. വേറൊരു മലയാള പദമാണ് ആശ്വാസം, കംഫോർട്ട് ചെയ്യുക. ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ, ഒരേ വേർഡിൽ നിന്നുള്ളതാണ്. നമുക്ക് പ്രബോധനം നൽകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യം നൽകുന്നു, നമുക്ക് ആശ്വാസം നൽകുന്നു എന്നീ അർത്ഥമാണ് അതിനകത്തുള്ളത്. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം ഇത് തന്നെയാണ്. എക്സോർട്ടേഷൻ എന്നുള്ളതിന്റെ മൂല ഗ്രീക്ക് പദം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ 15:4 നമ്മൾ വായിക്കുന്നത് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം എന്നാണ്. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. ആ ആശ്വാസം എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ കംഫോർട്ട് എന്നുള്ള പദമാണെങ്കിലും ഇതെല്ലാം സെയിം വാക്കിൽ നിന്ന് വന്നതാണ്. എക്സോർട്ടേഷൻ, എൻകറേജ്മെന്റ് ഈ വാക്കിൽ നിന്ന് വന്നതാണ്. പിന്നെ കൊരിന്ത്യ ലേഖനത്തില് പല പ്രാവശ്യം 2 കൊരിന്ത്യർ 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ പൗലോസ് പറയുന്ന, വീണ്ടും പറയുന്ന ഒരു പദപ്രയോഗമാണ് ആശ്വസിപ്പിക്കുന്ന ദൈവം, സർവ്വ ആശ്വാസത്തിന്റെ ദൈവം. അപ്പോൾ ആശ്വാസം നൽകുന്ന ദൈവം എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നതും ആ ആശ്വാസം എന്നുള്ള പദവും ഈ എക്സോർട്ടേഷൻ അല്ലെങ്കിൽ എൻകറേജ്മെന്റ് എന്നുള്ള പദത്തിൽ നിന്നാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് കാണുന്നുണ്ട്. അവിടെ ആശ്വാസം എന്നുള്ള പദം പല പ്രാവശ്യമുണ്ട്. 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും നമുക്കത് കാണുവാനായി സാധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് തന്റെ ശുശ്രൂഷ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ പോയാൽ ആശ്വാസപ്രദനെ നിങ്ങൾക്ക് അയക്കും. 14-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ 14:16. കംഫോർട്ടർ, അതാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പദം ഇതേ വേർഡിൽ നിന്ന് വന്നതാണ്.
എക്സോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നത് എന്നുള്ള അതേ പദത്തിൽ നിന്ന് തന്നെ ആണ് അത് വന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ എബ്രായ ലേഖനം എന്ന് പറയുന്നത് നമുക്കൊരാശ്വാസം തരുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ ദൈവവേദലിനും ധൈര്യം നൽകുന്നതാണ്. എന്നാൽ ഇത് പഠിച്ചു വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ വളരെ ശക്തമായ വാണിങ്ങുകൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്, ശക്തമായ താക്കീതുകൾ കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു 5 പാസേജുകളുണ്ട്. അപ്പോൾ ഇത് ആശ്വാസം നൽകുന്നതാണെന്ന് പറയുമ്പോൾ ചിലർ അതിനോട് യോജിക്കാതിരിക്കുന്നതിന് ഈ വാണിംഗ് ആണ്. ഒന്നാമത്തെ വാണിംഗ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. രണ്ടാമത്തേതിൽ പറയുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമെന്ന് പറഞ്ഞ് വാണിംഗ് തരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. എന്നാൽ ഞാൻ അതിന്റെ ചുരുക്കത്തിൽ ഒന്ന് ഓർപ്പിക്കാം. ഈ എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അപ്പോൾ ഈ 1-2 വാക്യത്തിൽ പറയാണ് ദൈവം അരുളി ചെയ്യുന്നു. God spoke. ദൈവം അരുളി ചെയ്യുന്നു. God has spoken to us through his son. യേശുക്രിസ്തുവിലൂടെ അവൻ നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ പറയാണ് ദൈവം സംസാരിക്കുന്നു. ആരിലൂടെ ദൈവം സംസാരിക്കുന്നു? പുത്രനിലൂടെ, യേശുക്രിസ്തുവിലൂടെ ദൈവം സംസാരിക്കുന്നു. ഏകദേശം അതിന്റെ അവസാനത്തോട്ട് വരുമ്പോൾ 13-ാം അധ്യായമാണ് അവസാനം. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിനോട് ചേർന്നുള്ള ഒരു വാക്യമാണ് ഓൾമോസ്റ്റ് അതിന്റെ ക്ലോസിംഗിൽ 12-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ അതിന്റെ തുടക്കം എന്താണ് പറയുന്നത്? ദൈവം മനുഷ്യരോട് അരുളി ചെയ്യുന്നു. പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഇന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ ഒത്തിരി കാര്യങ്ങൾ ഇടയ്ക്ക് പറയുന്നു. അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ് അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം ഇതാണ്: ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ആ വചനം അനുസരിച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ആധാരമാക്കിയിരിക്കുന്നത്. God has spoken, we have his word. What are we doing about it? നാം ആ വചനം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ വേണം ഈ വാണിംഗ് ആയി കൊടുത്തിരിക്കുന്ന 5 പാസേജുകൾ നാം ശ്രദ്ധിക്കാനാണ്. എന്ന് പറഞ്ഞ എബ്രായ ലേഖനത്തിന്റെ വിഷയം ഇതാണ്. എബ്രായ ലേഖനകാരൻ പറയുകയാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട് നാം ആ വചനം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇനി ഈ 5 പാസേജുകൾ ഞാനൊന്ന് പറയാം. ഒന്നാമത്തേത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ വാണിംഗ് പാസേജായി വേദപണ്ഡിതാക്കൾ പറയുന്നത്. 2-ാം അധ്യായത്തിൽ പറയുകയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, ഡ്രിഫ്റ്റിംഗ് ഫ്രം ദ വേർഡ്. എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. താഴോട്ട് പറഞ്ഞു വരുമ്പോൾ പറയുകയാണ് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ വചനം നെഗ്ലക്ട് ചെയ്യരുത്, നിരസിക്കരുത്. അതിനെ നാം നിസ്സാരമായി എണ്ണുവാൻ പാടില്ല. ഡ്രിഫ്റ്റിംഗ് ഫ്രം ദ വേർഡ്, അതാണ് അവിടുത്തെ വിഷയം. രണ്ടാമത് വാണിംഗ് കൊടുത്തിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 4-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം അധ്യായത്തിന്റെ 7 വാക്യങ്ങളിൽ പറയുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹാർഡ് ഹാർട്ട്, ഹൃദയം കഠിനമാക്കുക. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അരുളി ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദം, അല്ലെ വേറെ രീതിയിൽ പറഞ്ഞ എന്താണ്? വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം.
ദൈവം നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ വചനം അത് കേട്ടു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, ഹാർഡാക്കുക, ഹൃദയം കഠിനമാക്കുക. അത് താഴോട്ട് വായിച്ചു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള ഭാഗം 12-ാം വാക്യത്തിലൊന്ന് നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പോൾ ദൈവം അരുളി ചെയ്ത വചനം എന്തോ ചെയ്തപ്പോൾ വിശ്വസിക്കാതെ ഇരുന്നു. അവിശ്വാസം, ഡൗട്ടിങ്. അപ്പോൾ ഒന്നാമത്തെ വാണിംഗ് എന്താണ്, അല്ലെങ്കിൽ ഒന്നാമത് പറയുന്നത് എന്താണ്? ട്രിപ്പ് ചെയ്തു പോകരുത്, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യരുത് ദൈവത്തിന്റെ വചനം. രണ്ടാമത് ഇവിടെ പറയാണ് വചനം ദൈവം അരുളി ചെയ്തു, പക്ഷേ വചനം അവിശ്വസിക്കാൻ പാടില്ല. അത് നിമിത്തം 19-ാം വാക്യം 3-ന്റെ ഒടുവ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ സമയച്ചെടുക്കും കൊണ്ട് ആ വാക്യം എല്ലാം വായിക്കാത്തത്. ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. വാഗ്ദത്ത ദേശം ദൈവം അവർക്ക് അവകാശമായി കൊടുത്തതാണ്, പക്ഷേ പ്രവേശിക്കാൻ കഴിയാതെ പോയത്, മരുഭൂമിയിൽ ആളുകൾ പട്ടുപോയതിന്റെ കാരണം എന്താണ്? അവിശ്വാസം. ഡൗട്ട് ചെയ്തു ദൈവത്തിന്റെ വചനം അവർ അവിശ്വസിച്ചു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അതായിട്ടുള്ള വാക്യങ്ങൾ അതാണ് കാണുന്നത്. നമ്മുടെ വിഷയം ഇതാണ്. ദൈവം അരുളി ചെയ്ത വചനം നമുക്ക് തന്നിട്ടുണ്ട്, എന്നാൽ നാം ആ വചനം എന്ത് ചെയ്യുന്നു? അതിന് വാണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പാസേജുകളാണ് പറയുന്നത്. ഒന്ന്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ തെറ്റി ഒഴിയാൻ കഴിയുകയില്ല. ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. 2, കേട്ടാൽ മാത്രം പോരാ, ദൈവവചനം വിശ്വസിക്കണം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഡൗട്ട് ചെയ്യരുത്. ഡ്രിഫ്റ്റിംഗ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, അതാണ് 2-ാം അധ്യായത്തിലെ വിഷയം. 3-ും 4-ും അധ്യായത്തിലെ വിഷയം ഡൗട്ടിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. നെഗ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് ഹാർട്ടായി തീരുക, ഹൃദയം കഠിനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ പാസേജ് ആണ് 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 6-ാം അധ്യായത്തിന്റെ 20 മുതലുള്ളതായ പാസേജ്. 5-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പൊ അവിടുത്തെ ഒരു പദപ്രയോഗമാണ്. എന്തുവാണ്? മാന്യമുള്ളവരായി തീർന്നു. ഡൾ ഓഫ് ഹിയറിംഗ്, മാന്യമുള്ളവരായി തീർന്നു എന്ന് പറഞ്ഞ അതാണ് അടുത്ത വിഷയം. ദൈവവചനം കേൾക്കുന്ന വിഷയത്തിൽ ഡള്ളായി തീരുക, ലേസിനെസ് ഉണ്ടാകുക, സ്ലഗിഷ്നെസ് ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്ത ഒരു വിഷയം അവിടെ കാണുവാൻ സാധിക്കുന്നത്. 5-ന്റെ 4 താഴോട്ടുള്ള 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴും ശിശുക്കളെ പോലെ ആയിരിക്കുകയാണ്. അപ്പോൾ ദൈവവചനം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ വചനം അവർക്ക് ഡൾനെസ് ടുവേഴ്സ് ദ വേർഡ്, ദൈവവചനത്തോട് ഒരു ഡൾനെസ്, അത് കേൾക്കുവാൻ വലിയ താല്പര്യമില്ലായ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദറെ, ഞാൻ അല്പം പോലെ കുറയ്ക്കാൻ പറഞ്ഞു, എനിക്ക് മതിയല്ല, വെളിയിൽ കേൾക്കാവുന്നതുകൊണ്ട് ആളുകൾക്ക് പുറകിരിക്കാം, കേൾക്കാതെ. താങ്ക് യു. 10-ാം വാക്യം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം വാക്യത്തിൽ നിങ്ങൾ ബൈബിൾ നോക്കണം. ഞാൻ സമയം അധികം എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വായിക്കുക. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതി ഉള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, പിന്നെയും ആ പദം അവിടെ വരുന്നത്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുക. ദൈവവചനത്തോട് മാന്യതയുള്ളവരായി തീരുക, ഡൾനെസ് ഉള്ളവരായി തീരുക. അതാണ് വലിയൊരു ദോഷം ചെയ്യുന്നത്. അതാണ് 3-ാമത്തെ പാസേജായി കാണുന്നത്. 4-ാമത്തെ പാസേജ് ആണ് 10-ന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 39 വരെ ഉള്ള വാക്യങ്ങൾ ദൈവവചനത്തോട് ചെയ്യുന്ന അടുത്ത 4-ാമത്തെ വിഷയമാണ് കാണുന്നത്. അല്ലെങ്കിൽ വാണിംഗ് ആയി ചിലർ ചിത്രീകരിക്കുന്ന വിഷയമാണ്.
10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള കോപാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ഇവിടെ പറയുന്ന വിഷയം ഇതാണ്, ന്യായപ്രമാണം അനുസരിക്കാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ അതിന് willfully disobeying the word of God, ദൈവത്തിന്റെ വചനം മനഃപൂർവ്വമായി അനുസരിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ despising the word of God, drifting from the word of God, doubting the word of God, dullness towards the word of God, and despising the word of God. എന്നാൽ അത് അവസാനിപ്പിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ വന്നത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ഈ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. അതുകൊണ്ട് 4-ാമത്തെ വിഷയം അതാണ്, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ ഇരിക്കുവാൻ പാടില്ല, ഡിസ്പൈസ് ചെയ്യുവാൻ പാടില്ല എന്നാണ്. 5-ാമത്തെ പാസേജ് 12-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. 12-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ പറയുകയാണ്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും, താഴോട്ട് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. 25-ാം വാക്യത്തിൽ പറയാണ്, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഡിഫൈങ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ സുധീരമായി വചനത്തെ അരുളി ചെയ്തവനെ എതിർത്ത് നിൽക്കുന്നതിനെയാണ് പറയുന്നത്. അവരോട് വളരെ ഭയങ്കരമായ രീതിയിൽ ദൈവം മോശ മുഖാന്തരം സംസാരിച്ചു, എന്നാൽ അവരതനുസരിക്കാതെ ഇരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും ഒക്കെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവൻ അരുളി ചെയ്തിട്ടുണ്ട്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഈ 5 പാസേജിന്റെ വിഷയം ഇതാണ്, ദൈവത്തിന്റെ വചനം ദൈവം തന്നിട്ടുണ്ട്, അതിനെ നെഗ്ലക്ട് ചെയ്യരുത്, അതിന്റെ മേൽ ഹൃദയം കഠിനമാക്കരുത്, ആ വചനത്തെ നിസ്സാരമായി ഡൾനെസ് മാന്യതയുള്ളവരായി തീരരുത്, ആ വചനം വിൽഫുള്ളി ഡിസൊബേ ചെയ്യുവാൻ പാടില്ല, ആ വചനത്തോട് എതിർത്ത് നിൽക്കുവാൻ പാടില്ല. വചനത്തെ നാം നിഗളറ്റ് ചെയ്യുമ്പോൾ വചനം അവിശ്വസിക്കുവാൻ ഇടയാകും. ഇതെല്ലാം ഒരു ചെയിൻ പോലെയാണ്. ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാകുവാൻ ഇടയാകും. അത് കഴിഞ്ഞ് വചനത്തോടൊരു മാന്യത ഉണ്ടാകും, ഒരു ഡൾനെസ് ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഡിസ്പൈസ് ചെയ്യും, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഡിസ്പൈസ്ഫുൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായി തീരും, വിൽഫുള്ളി അത് ഡിസൊബേ ചെയ്യുന്നവരായി തീരും. അങ്ങനെ നാം വലിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ ആയിത്തീരും. എന്നാൽ ഇത് വാണിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത് ശരിയാണ് എങ്കിലും ഈ വചനം കൊടുത്തിരിക്കുന്ന ആർക്കാണ്? എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് അവിശ്വാസികൾക്കല്ല, വചനം കേൾക്കാത്തവർക്കല്ല. എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ, യഥാർത്ഥമായി ദൈവവിളി കേട്ട വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ റിയൽ ക്രിസ്ത്യൻസിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ വചനം അനുസരിക്കാതെ വന്നു കഴിയുമ്പോൾ, ഈ വചനത്തോട് എതിർത്ത് നിന്ന് കഴിയുമ്പോൾ എന്താണ് ദൈവം ചെയ്യുന്നത്? അത് താഴോട്ട് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, ഈ വചനത്തിൽ നിന്നും അനുസരിച്ചു കഴിഞ്ഞാൽ, അനുസരണക്കേട് കാണിച്ചാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം കീപ് ഓൺ സ്പീക്കിംഗ്, പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, കർത്താവ് ശാസിക്കുന്നവനാണ്, കർത്താവ് ശിക്ഷിക്കുന്നവനാ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ, അനുസരിക്കാതിരിക്കുമ്പോൾ, അതിനെ സംശയിക്കുമ്പോൾ ദൈവം പിന്നെയും നമ്മോട് സംസാരിച്ച് നമുക്ക് ബാലശിക്ഷ തന്ന് നമ്മെ വീണ്ടും ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവം ആ കൃപയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന ദൈവമാണ്. അതാണ് ഈ ലേഖനത്തെ കുറിച്ച് പറയുന്നത്, ഇത് ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ ആണ്.
ഇത് നമുക്ക് ധൈര്യം നൽകുന്നതാണ്, നമുക്ക് എൻകറേജ്മെന്റ് നൽകുന്നതാണ്, നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. നമ്മെ തള്ളിക്കളയാതെ ദൈവവചനം അനുസരിക്കാതിരിക്കുന്നവർക്ക് ഭയങ്കരമായ ശിക്ഷകൾ വരുമ്പോൾ ദൈവം നമ്മെ ഉപദേശിച്ച്, നമ്മെ ഗുണദോഷിച്ച്, നമ്മെ ബാലശിക്ഷ തന്ന്, നമ്മെ ശിക്ഷിച്ച്, ശാസിച്ച് കൃപയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെയാണ് ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ധൈര്യം നൽകുന്ന, എൻകറേജ്മെന്റ് നൽകുന്ന ഒരു ബുക്കായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മൂന്നാമതായി ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ബുക്ക് ഓഫ് ഇവാലുവേഷൻ ആണ്. ഇത് ബെറ്റർ ആണ്. പഴയ നിയമയാഗത്തെക്കാൾ, പുരോഹിതന്മാരെക്കാൾ, മോശയേക്കാൾ, ദൂതന്മാരെക്കാളൊക്കെ ശ്രേഷ്ഠനായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഇത് ബുക്ക് ഓഫ് എക്സോർട്ടേഷൻ ആണ്. ഇത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകുന്നതാണ്. ക്ഷീണിച്ചിരിക്കുന്ന, മന്ദീഭവിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ദൈവജനങ്ങൾക്ക് ഉത്തേജനം നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് ഇടയാക്കി തീർക്കുന്നതാണ്. മൂന്നാമത്തെ വിഷയം, ഇത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനുള്ള പുസ്തകമാണ്. ബുക്ക് ഓഫ് എക്സാമിനേഷൻ. ഇത് പരിശോധിക്കാനുള്ള പുസ്തകമാണ്. ഇതെന്താണ് പരിശോധിക്കാനുള്ളത്? നാം റിയൽ ആയിട്ട് ഏതിലാണ് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്? നാം ഈ ലോകത്തിലെ, അല്ലെങ്കിൽ ഇന്ന് കണ്ട് നാളെ ഇല്ലാതെയായി തീരുന്ന ലോകത്തിൻ്റെതായ വേൾഡ് സിസ്റ്റത്തിലാണോ നാം ട്രസ്റ്റ് ചെയ്യുന്നത്, അതോ എന്നേക്കുമുള്ള ദൈവത്തിന്റെ വചനത്തിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. ഇത് ഞാൻ ഓർമ്മിച്ചതുപോലെ വിശ്വാസികൾക്ക് എഴുതിയ പുസ്തകമാണല്ലോ. ഇത് എഴുതിയ സമയം, ആ കാലം നോക്കിയാൽ ഇത് നാം പഠിച്ചു വരുമ്പോൾ അന്ന് ദേവാലയം നിൽപ്പുണ്ട്, യെരുശലേം പട്ടണമുണ്ട്. ഇതെല്ലാം അന്ന് അതിന്റെ സ്ഥാനത്തുണ്ട്. ദേവാലയത്തെ കുറിച്ച് യഹൂദന്മാർക്ക് വളരെ സന്തോഷമുള്ള വിഷയമാണ്. അവരുടെ വലിയ ആശ്വാസവും അവരുടെ വലിയ ബലവുമായിരിക്കുന്നത് ദേവാലയമാണ്. ആ ദേവാലയം ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഈ പുസ്തകം എഴുതിയത്. യെരുശലേം പട്ടണം അതുപോലെ നിൽപ്പുണ്ട്. എന്നാൽ അധികം താമസിയാതെ, ഇൻ ഫ്യൂ ഇയേഴ്സ്, ഈ ടെമ്പിൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ പട്ടണത്തിനെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. 12-ാം അധ്യായം 25-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ, ഈ ലേഖനകാരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അവൻ എല്ലാത്തിനെയും ഇളക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തു. അപ്പോൾ എല്ലാം ഷെയ്ക്കപ്പ് ചെയ്യുന്ന, ഇളക്കി മറിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് കാണുന്നതെല്ലാം ഇളകി മറിയുന്നതാണ് എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അന്നത്തെ കാലത്തെ പോലെ ഇന്ന് ഒരു ദൈവ പൈതലിന് വളരെ സാമ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റിൽ ഇന്ന് ദൈവസഭ ആയിരിക്കുന്നത് ഈ ലേഖനം എഴുതിയതിനോട് കുറച്ച് സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. വളരെ സാമ്യം എഴുതിയ ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, നാം ഇന്നത്തെ സിറ്റുവേഷൻ നോക്കിയാൽ ഇന്ന് നമുക്ക് മനസ്സിലായി വരുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇവിടുത്തെ സിസ്റ്റം എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഷെയ്ക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാത്തിനും ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും എന്തും വരാം എന്നുള്ള രീതിയിൽ വന്നിരിക്കുക. ആളുകളൊക്കെ ഡിസ്കവർ ചെയ്തിരിക്കുന്ന, കണ്ടുപിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവനെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ്, ഇന്ന് ഇവിടെ ഈ ഭൂമിയിൽ യഥാർത്ഥമായി അടിസ്ഥാനമുള്ളതായി കാലുറപ്പിക്കാൻ പറ്റിയതൊന്നുമില്ല. വേൾഡ് സിസ്റ്റത്തിൽ ഒന്നും അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതാണ്. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന, മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേദഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേദപുസ്തകം പഠിക്കുന്നവർ പറയാറുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇംഗ്ലീഷിൽ സ്കാഫോൾഡ് എന്ന് പറയാം. സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ കെട്ടിടം പണിയാനായിട്ട്, നമ്മുടെ മലയാളത്തിൽ എന്താ പടങ്ങെന്നോ അതുകൊണ്ട് പറയും, കെട്ടിടം പണിയാനായിട്ട് ഉണ്ടാക്കുന്ന, കയറി നിന്ന് ജോലി ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്ന പടങ്ങൾ. ഈ പടങ്ങളൊന്നും ബലമില്ലാത്തതാണ്. ഇതെല്ലാം ടെമ്പററിയാണ്. എന്നാൽ അടിസ്ഥാനപ്പെട്ട് പണിതിരിക്കുന്ന ഒന്നുണ്ട്, അത് യേശുക്രിസ്തുവിന്റെ വചനമാണ്. അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അല്ലാത്തതെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കണക്ക് വായിച്ചു നോക്കിയാൽ 9/11 ശേഷമായി, വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചതിന് ശേഷമായി, അതിന്റെ അറ്റാക്ക് ഉണ്ടായതിനു ശേഷമായി അമേരിക്കയിലെ ചർച്ചുകളിലെല്ലാം മെമ്പർഷിപ്പ് കൂടിയിട്ടുണ്ട്. ആ പല മാസങ്ങൾ, പല ആഴ്ചകൾ ഒരിക്കലും വരാത്ത പോലെ പള്ളികളിൽ ആളുകളുടെ അറ്റൻഡൻസ് കൂടിയെന്നാണ് കണക്ക്. നമുക്ക് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ എന്നും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എന്നാൽ
അമേരിക്കൻ ചർച്ചുകളിലെല്ലാം അനേക മടങ്ങായി പെർസെന്റേജ് വളരെ വർദ്ധിച്ച ആഴ്ചകളായിരുന്നു 9/11 ശേഷമായി. ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊന്നും ആശ്രയിക്കാൻ പറ്റിയതല്ലെന്ന്. ഈ സിസ്റ്റം ഒക്കെ തകർന്നു പോകുന്നതാണെന്ന് മനസ്സിലായി. അതിന്റെ ഫലമായി ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അതുപോലുള്ള ഒരു കാലഘട്ടമാണ് എന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. ഈ സൊസൈറ്റി, ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ ഒന്നും നമുക്ക് ആശ്രയിക്കാൻ പറ്റിയതല്ല. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം നമുക്കൊരു എക്സാമിനേഷന് വേണ്ടിയാണ്. ഇതെല്ലാം ഇളകുന്നതാണ്, ഇവിടുത്തേതെല്ലാം ഇളകുന്നതാണ്. എത്ര വലിയ അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നിയാലും ഈ വർഷം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്രയോ വർഷങ്ങൾ കൊണ്ട് അമേരിക്കയിൽ വളരെ നന്നായി നടത്തിയിരുന്ന മോട്ടോർ കമ്പനികൾ, GM, ക്രൈസ്ലർ, അതുപോലെ തന്നെ എത്രയോ എന്നെക്കാൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, ഫിനാൻസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കാര്യങ്ങൾ അറിയാം. ഇതെല്ലാം മറിഞ്ഞുപോയി. പല ബാങ്കുകൾ, എത്രയെല്ലാം കാര്യങ്ങളാണ് നാം ഇന്നതെല്ലാം ഫേസ് ചെയ്യുന്ന. ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം ഇളകുന്നതാണ്. ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇതൊന്നും അല്ല, ഈ ലോകത്തിലെ സിസ്റ്റം ഒന്നും അല്ല. ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയത് യേശുക്രിസ്തു മാത്രമാണ്, ദൈവത്തിന്റെ വചനം മാത്രമാണ്. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇത്രയും എക്കണോമിയൊക്കെ വഷളായെങ്കിലും ചിലരൊക്കെ ജോലി ചെയ്യുന്നത് വളരെ ഫേമായി നമുക്ക് തോന്നിയേക്കാം, വളരെ സ്ട്രോങ് ആയി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇതെല്ലാം വെറും സ്കാർഫോൾഡ് മാത്രമാണ്, വെറും പണി ചെയ്യാനായി ഉപയോഗിക്കുന്ന പടങ്ങൾ മാത്രമാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ഏത് നിമിഷത്തിലും ഇത് പടർന്നു വീഴാം, ഇത് തകർന്നു വീഴാം. എന്നാൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ട്രസ്റ്റ് ചെയ്യാനുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. അതാണ് കീ മെസ്സേജ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇവിടെ പറയാണ്, വിവിധവും അന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുതേ. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. എസ്റ്റാബ്ലിഷ് ദ ഹാർട്ട് എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുക. ചില ട്രാൻസ്ലേഷനിൽ സ്ട്രെങ്തൻ ബൈ ഗ്രേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. Do not be carried away by varied and strange teachings, for it is good for the heart it is good for the heart to be strengthened by grace, not by foods, through with those who were so occupied were not benefited. ഇപ്പോൾ ഹൃദയം നാം എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ചെയ്യണം. ഹൃദയം എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഹൃദയം ഉറപ്പിക്കണം. എബ്രായ ലേഖനത്തിൽ തന്നെ 8 പ്രാവശ്യം ആ പദം എഴുതിയിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഉറപ്പിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തിൽ നമ്മെ ദൈവം കൊണ്ടുവന്ന് എത്ര പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ എത്ര ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവിടുത്തെ ജോലിയൊക്കെ ഹാർഡാണെന്ന് പറഞ്ഞിരുന്നാലും, ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസിലാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ആയിരിക്കരുത് നമ്മുടെ ഹൃദയം ഉറപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം ഉറപ്പിക്കുന്നത് കൃപയാലായിരിക്കണം. By grace, strengthen the heart or establish the heart by grace. ദൈവ കൃപയാൽ ഹൃദയം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം, മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. ഇവിടെയുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ലേഖനകാരൻ പറയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഏത് ഉറച്ചു നിൽക്കുന്ന രാജ്യവും ഇളകുന്ന രാജ്യമാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ ന്യൂസിലൂടെ ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വിട്ടിട്ടില്ല. ഇറാൻ എന്ത് സംഭവിക്കും നമുക്കാർക്കും പറയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വന്നിരിക്കുക. ഇസ്രായേലിന്റെ പേരെ മായ്ച്ചു കളയണമെന്നും ഒക്കെ പറഞ്ഞതായ ആളിനെതിരെ അവിടെ തന്നെ ആളുകളൊക്കെ എഴുന്നേറ്റിരിക്കുകയാണ്. നമുക്ക് വാച്ച് ചെയ്യാം എന്ത് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്, ഇതെല്ലാം ഇളകുന്ന രാജ്യമാണ്. അമേരിക്ക എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഇപ്പൊ സ്ട്രോങ് അല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. ലോകത്തിന്റെ സിസ്റ്റം ഒക്കെ നോക്കിയാൽ ഇതെല്ലാം ഇളകുന്നതാണ്, ഇതിനെല്ലാം ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ നമുക്കൊരു പ്രത്യാശ ഉണ്ട്, നമുക്കൊരു ഇളകാത്ത രാജ്യം ദൈവം വെച്ചിട്ടുണ്ട്. അത് ആർക്കും ഇളക്കുവാൻ കഴിയില്ല. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തിന് സേവ ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു രാജ്യമുണ്ട്, ഇളകാത്ത രാജ്യമുണ്ട്, നമുക്കൊരു ഇളകാത്ത വചനമുണ്ട്. എബ്രായ 2-ന്റെ പല പ്രാവശ്യവും അത് വായിച്ചതാണല്ലോ. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം എഴുതിയിരിക്കും ഇങ്ങനെയാണ്, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്തൊരു വചനം
സ്ഥിരമായിരിക്കും. ഓരോ ലംഘനത്തിന് അനുസരണക്കേട് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, അപ്പോൾ ദൂതന്മാര് പറഞ്ഞ വചനവും അത് സ്റ്റെഡ്ഫാസ്റ്റ് ആണ്, ഉറച്ചു നിൽക്കുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ശക്തിയേറിയതാണ് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇളകാത്ത ഒരു രാജ്യമുണ്ട്, ഇളകാത്ത ഒരു വചനമുണ്ട്. സയൻസ് ഒക്കെ തിരുത്തി എഴുതേണ്ടി വരും, നിയമങ്ങളൊക്കെ തിരുത്തി എഴുതേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും ചേഞ്ചസുകളാണ് എപ്പോഴും ഉള്ളത്. ഏത് പുസ്തകവും എഴുതി കുറച്ചാൾ കഴിയുമ്പോൾ അതിൽ എഴുതിയ കാര്യത്തിനൊക്കെ മാറ്റം മറിച്ചിലുകൾ വരും, അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം ഇത്രയും 1000 നൂറുകണക്കിന് വർഷങ്ങളായെങ്കിലും ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കാലുറപ്പിക്കാൻ പറ്റിയത് വേറെ ഒന്നിലുമല്ല, ദൈവത്തിന്റെ വചനത്തിലാണ്. ആശ്രയിക്കാൻ പറ്റിയ ദൈവത്തിന്റെ വചനമാണ്. അതാണിത്. ഇത് നമ്മെ തന്നെ പരിശോധിക്കാനുള്ള പുസ്തകമാണിത്. ഇവിടുത്തെ സിസ്റ്റം എല്ലാം മാറുന്നതാണ്, ഇതെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ കർത്താവിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം. എന്നാൽ പുറമേ വാഗുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യാശയുമുണ്ട്. അത് ഉറപ്പുള്ള പ്രത്യാശയാണ്. 6-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുകയാണ്, കർത്താവ് തന്നെ പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, യഥാർത്ഥമായി സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനല്ലേ അത്രേ എനിക്ക് കൊള്ളാവുന്നവൻ. അന്ത്യകാലത്ത് ചിലർ വന്നിട്ട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു. ഇന്ന് അതെല്ലാം നമുക്ക് ഭൂമിയിൽ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ജീവിതത്തെ സമർപ്പിച്ചവർക്ക് മാത്രമേ അവനിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഈ ഭൂമിയിലുള്ളതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ചേഞ്ച് വരാത്ത ഒന്ന് മാത്രം, അത് ദൈവത്തിന്റെ വചനമാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് ആധാരമായിരിക്കുന്നത്. ഒരു ദിവസം ഒരു ഇല്ലസ്ട്രേഷൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് അനേക ക്രൈസ്തവ സമൂഹങ്ങൾ ആളുകളെ റോങ്ങായ പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയാണ്, ഒരു ട്രെയിൻ പോകാനായിട്ട് തുടങ്ങുന്നു, അതിലെ ഒരു കണ്ടക്ടർ കയറി വന്നു. കണ്ടക്ടർ കയറി വന്നിട്ട് ആദ്യത്തെ ആളിനോട് ടിക്കറ്റ് വാങ്ങിച്ചു. ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്തേച്ച് പറഞ്ഞു, യു ആർ ഓൺ ദ റോങ് ട്രെയിൻ, ഇത് നീ പറയുന്ന സ്ഥലത്ത് പോകുന്ന ട്രെയിൻ അല്ലെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം ഇറങ്ങി വെളിയിലോട്ട്. അടുത്ത ആള് പാസഞ്ചറിന്റെ അടുത്തൊന്നും ടിക്കറ്റ് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് പറഞ്ഞു, സാർ യു ആർ ഓൺ ദ റോങ് ട്രെയിൻ, ഇത് അങ്ങോട്ട് പോകുന്നതല്ല. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന ഓഫീസേഴ്സുമാര് ജോലിക്കാരോടെല്ലാം ചോദിച്ചല്ലോ, അത് എനിക്ക് പോകേണ്ടിടത്താണല്ലോ ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, എന്നാ ഞാൻ ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്യട്ടെ. കണ്ടക്ടർ ഇറങ്ങി ചെക്ക് ചെയ്തപ്പോ കണ്ടക്ടറിനാ തെറ്റു പറ്റിയത്. പുള്ളി റോങ് ട്രെയിനിലാണ് വന്നത്. പുള്ളിക്ക് അർത്ഥം പറ്റി, പാസഞ്ചേഴ്സിനെല്ലാം റൈറ്റുമായിരുന്നു. ഇതുപോലെയാണ് ഇന്ന് അനേക ക്രിസ്തീയ ലീഡേഴ്സ് ജനങ്ങളെ നാശത്തിലേക്ക് അല്ലെങ്കിൽ റോങ്ങായ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റായ പാത യഥാർത്ഥമായി വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇറങ്ങി തിരിച്ച ദൈവമക്കളുടെ പാതയാണ് റിയൽ ആയിട്ടുള്ളതായ പാത. അതുകൊണ്ട് ലോകത്തെ നമുക്ക് ആശ്രയിക്കുവാനില്ല, സിസ്റ്റത്തിൽ നമുക്ക് ആശ്രയിക്കുവാനില്ല. ഇതെല്ലാം ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചേഞ്ച് ഇല്ലാത്ത ഒന്ന് ദൈവത്തിന്റെ വചനം മാത്രമാണ്. ആ വചനമാണ് നമുക്ക് ബലം നൽകുന്നത്. On Christ the solid rock I stand. ക്രിസ്തുവാകുന്ന പാറമേലാണ് ഞാൻ എന്റെ കാല് ഉറപ്പിച്ചിരിക്കുന്നത്. All other souls, ഈ ഭൂമിയിലുള്ളതെല്ലാം മറ്റെല്ലാം എന്താണെന്നാണ് പാടുന്നത്? അത് സിങ്കിങ് സാൻഡ് ആണ്, അത് താഴേക്ക് താണു പോകുന്നതാണ്. യേശു ക്രിസ്തുവാകുന്ന, അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിവിടെ അനേക വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് ഏറ്റവും വലുത് ദൈവത്തിന്റെ വചനമായിരിക്കണം. അത് നമ്മുടെ നിധിയാണ്, അത് നമ്മുടെ ബലമാണ്, അതിലാണ് നമുക്ക് ആശ്രയിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പഴയ പാട്ടിൽ ഇങ്ങനെ പാടുന്നത്, ലോകങ്ങൾ അവസാനിക്കും വനവുമില്ലാതാ, ലോകങ്ങൾ അവസാനിക്കും വനവുമില്ലാതാ, ദൈവവചനമായിരിക്കും ഭക്തരുനിത്യമാം, ദൈവവചനമായിരിക്കും ഭക്തരുനിത്യമാം. വാഴ്ത്തുവാൻ നാശം ഇല്ലാതൊരവകാശം
ബെറ്ററാണ്, യേശുക്രിസ്തുവിന്റെ മാർഗം ബെറ്ററാണ്, യേശുക്രിസ്തുവിന്റെ പാത ബെറ്ററാണ് നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനകാരൻ നമ്മോട് പറയുന്നത് ഇത് നമുക്ക് പ്രബോധന വാക്യമാണ്, നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ഈ വാക്യം നമുക്ക് ഓരോ ദിവസവും ധൈര്യം നൽകുന്നതാണ്, മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നതാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അതുകൊണ്ട് അവന്റെ പാതയിലൂടെ മുന്നോട്ട് പോകണം. തന്നെയുമല്ല, ഈ വചനം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്, നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. അത് ലോകത്തിലെ സിസ്റ്റം എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറിടാത്ത ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ആ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് നമ്മെ ശോധന ചെയ്യാനുള്ള പുസ്തകമാണ്, എക്സാമിനേഷന് വേണ്ടിയുള്ളതാണ്. ഈ ലോകത്തിൽ നമുക്ക് ദൈവവചനത്തെക്കാൾ വലുതായി ഒന്നും കാണുവാൻ പാടില്ല. ഈ രാജ്യത്ത് നാം വസിക്കുമ്പോൾ, ബിസി ലൈഫിലായിരിക്കുമ്പോൾ ദൈവത്തിന് വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കണം. വചനം വായിക്കണം, വചനം പഠിക്കണം, വചനം ധ്യാനിക്കണം, വചനം അനുസരിക്കണം. അനുസരണക്കേടാണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് കാനാൻ പ്രാപിക്കുവാൻ കഴിയാതെ അനേകർക്ക് മരുഭൂമിയിൽ പട്ടുപോകാൻ കാരണമായി തീർന്നത്. വചനം കേട്ടുമെങ്കിലും, വചനം അറിയാമെങ്കിലും അത് വിശ്വാസമായി പരിണമിച്ചില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ അതുപോലെയല്ലേ? പലപ്പോഴും ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾ ദൈവവചനത്തെ ജെരുക്കിക്കളഞ്ഞതിന്റെ ഫലമായി വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ, വചനത്തിന് മുമ്പാകെ വിറയ്ക്കുവാൻ കഴിയാതെ, വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥ. നമുക്ക് അവസ്ഥയിൽ നല്ലൊരു വിടുതൽ ഉണ്ടാകണം. ഇതെല്ലാം മാറുന്നതാണ്, ഭൂമിയിലുള്ളതെല്ലാം ദൈവത്തിനെയെല്ലാം ഇളക്കുന്നതാണ്. നമ്മുടെ ആശ്രയം നമ്മുടെ ആരോഗ്യമാകരുത്, ഈ സിസ്റ്റം ആകരുത്, നമ്മുടെ ജോലി ആകരുത്. നമ്മുടെ ആശ്രയം ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം. ആ വചനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. ആ വചനമേ നമ്മെ നിത്യത്തിൽ എത്തിച്ചേർക്കുകയുള്ളൂ. ആകെയുള്ള വചനത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. വചനത്തിന് വേണ്ടി ഇറങ്ങിയത് ഒരിക്കലും നഷ്ടമല്ല. ആ വചനത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കുന്നത് ഭാഗ്യമാണ്. അതെത്രയോ സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഇതുപോലെ കാലം അതിനായി നമ്മെ തന്നെ സമർപ്പിക്കും.